ലേറ്റേ പറയൂ. ഞങ്ങളങ്ങനെ ലേറ്റ് ആദ്യമായിട്ട് വർക്കല ക്ലിഫിൽ വരുന്നു. ഈ ക്ലിഫ് കണ്ടുപിടിക്കണം എവിടെയാണ്. ഇതിപ്പോ വർക്കല ബീച്ച് എത്തി. ഞങ്ങൾ താമസിക്കുന്നതെന്ന് തൊട്ട് 1 മിനിറ്റ് വാക്ക്. നല്ല തിരക്കാണ്. റൂമൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 സ്ഥലത്ത് ബുക്ക് ചെയ്തു. ബായത്തെ സ്ഥലത്ത് കിട്ടി. ബാ നടക്കാം. ഇതാണ് വഴി. ഇത് ക്ലിഫ് ഇതല്ല, ക്ലിഫിലേക്കുള്ള വഴി ചോദിക്കായിരുന്നു. ഞാൻ മുകളിലായിരുന്നു, താഴെ ആദ്യം കേട്ടാ. എനിക്ക് ഇവിടെ താമസിക്കുകയാണെങ്കിൽ വൈബാണല്ലേ. അല്ല നമ്മുടെ 1 മിനിറ്റ് എന്നാലും ഇതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ. ഇതാണ് നമ്മള് ബീച്ച് പീപ്പിൾ അല്ലാത്തോണ്ട് ഇവരൊക്കെ ഈ മദാമകള് പോലെ കാലത്ത് എണീക്കുന്നു, ഇതിടുന്നു, കുളിക്കുന്നു, കേറുന്നു. ഫോർ ദം ഇത് സൂപ്പറാണ്. നമ്മളിതായിട്ട് ബീച്ചിൽ കുളിച്ചിട്ടില്ലല്ലേ. ഓ അല്ലേ, തായ്ലൻഡ് മലേഷ്യ കുളിച്ചു. അത് പ്രൈവറ്റ് ബീച്ചില്, അല്ലാണ്ട് പബ്ലിക്കായിട്ട് ബീച്ച്. അന്ന് ഞാൻ പക്ഷെ ഫിഫി ഐലൻഡിൽ പോയപ്പോ ഞാൻ അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കുളിച്ചില്ല. കാരണം ആ ഡ്രസ്സ് ഇട്ട് തന്നെ നമ്മൾ ഡ്രസ്സ് കരുതിയിട്ടുണ്ടായില്ലല്ലോ. പക്ഷെ മലേഷ്യയില് എന്നിട്ടാ കുളിച്ചത്, അത് ഞാൻ കുറച്ചുകൂടി എൻജോയ് ചെയ്ത് കുളിച്ചു. ശരിക്കും ഓപ്പൺ ബാർ സെറ്റപ്പ്. പപ്പ ഗോവയില് ഇങ്ങനെ ബാഗ ബീച്ചിലൊക്കെ പോയി ഇങ്ങനെ വീഡിയോ ഇടുമ്പോ നമുക്ക് ഇതിടാം. ഇപ്പൊ നമ്മൾ ബീച്ചിക്ക് ഈ വഴി നടന്ന് ക്ലിഫിക്ക് കയറാം, ഈ വഴി നടന്ന് ക്ലിഫിക്ക് കയറാം. അപ്പൊ നമ്മൾ ബീച്ച് കാരണം രാത്രി നടക്കുമ്പോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അത് രാത്രി വഴി മോളിൽ കൂടെ താഴേക്ക് വരാലോ. നിറച്ച ആൾക്കാരുണ്ട് കേട്ടാ. അത് 3 ദിവസം അവധിയിലടി. ഇതേ മറ്റേ സാധനം അതാണ് ഇത് ചെയ്തോ, ഇത് കുഴപ്പമില്ല. വെള്ളത്തിലല്ലേ വരുള്ളൂ. അതല്ലേ ഞാൻ പറയാം, വെള്ളത്തിൽ വീഴുന്നു. അപ്പൊ നീ ലാൻഡിങ് ഞാൻ മോളിന്ന് ചാടിയിട്ട് മലയുടെ മുകളിൽ കൂടെ ചാടുന്നത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞേ. ഈ സമയത്താണ് രസം ഉണ്ടാവും, കാരണം ചൂട് കുറയും. അത് ചെയ്തോ. എന്റെ വീഡിയോ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാം, പക്ഷെ ഫോൺ വെള്ളത്തിലിടരുത്. ഞാൻ വീഴുമ്പോ ഫോൺ ഞാൻ ചെയ്യില്ല. ഞാൻ എവിടെ നിന്ന് വെച്ചാൽ എൻകറേജ് ചെയ്യാം. അങ്ങനെ ആൾക്കാരുണ്ട്, എന്തോരം പേരല്ലേ. ക്ലിഫിനെ മുകളിൽ ചാടുമ്പോൾ അതുപോലെ നടന്നു പോണേ. വായിൽ ഫുൾ ഉപ്പ് വരുന്നു. എനിക്ക് ആ ഫസ്റ്റ് ഇറങ്ങിയപ്പോ കണ്ണിലേക്ക് മണ്ണ്, കണ്ണിലേക്ക് പൊടി. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഫോഗാണോ അതോ പൊടിയാണോ? പക്ഷെ ഇപ്പൊ ചൂട് കുറഞ്ഞു. അങ്ങനെ ഡേറ്റയുടെ ക്ലിഫ് കണ്ട് സന്തോഷമായ. ഇതാണ് ക്ലിഫ്. അവിടെ ആൾക്കാർ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടെ നിന്ന് ചാടാൻ തോന്നോ? എടേ അതുകൂടെ നടക്കാം, ഇതുകൂടെ നടക്കാൻ മണ്ണും പറഞ്ഞിട്ട് ഭയങ്കര പാട്. ഇപ്പൊ ചൂടില്ല, പക്ഷെ ആദ്യം ഞാൻ ഇറങ്ങിയപ്പോ ചൂട് തോന്നി. ഇപ്പൊ ചൂട് കുറവുണ്ട്. അപ്പൊ നല്ല തിരക്കുണ്ട് കേട്ടാ. ഒരു 5-6 ലക്ഷം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആൾക്കാരോട് കുളിച്ചാലോ? നടക്കണ കാര്യം ഇതും പറഞ്ഞോളാം. നമുക്ക് ആ വഴി കുളിച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് പോവാൻ സ്ഥലത്തേക്ക് ആലോചിക്കാം. കാലത്ത് നിൽക്കുമ്പോഴല്ലേ. ഇതാണ് ക്ലിഫിന്റെ താഴെ നിന്നുള്ള വ്യൂ. ഇതാണ് ക്ലിഫിന്റെ താഴെ നിന്നുള്ള വ്യൂ. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഏകദേശം പകുതിയായി. ചൂടും വലിയ കാര്യത്തിലൊന്നും ഇല്ല. ഫുൾ നോർത്ത് ഇന്ത്യൻസ് വളരെ കുറവാണ്. മലയാളീസ്, തമിഴ് ആൾക്കാരാണ് കൂടുതൽ അല്ലേ. കഷ്ടപ്പെട്ട ചേച്ചിയുടെ ഫോട്ടോ എടുത്തോണ്ടാ. അത് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അവര് മാരീഡാ. ഞാൻ കുറെ എടുത്തിട്ടുണ്ടല്ലോ. ഫോട്ടോ എടുക്കണമെങ്കിൽ ഇഷ്ടമാണ്. അത് റിസ്കാ. ചത്തു. ആ ചെക്കൻ തൊട്ട് വെക്കുന്നൊക്കെ ഡേഞ്ചർ സോൺ. കുഴപ്പമില്ല. തുമ്പത്തോയി നിക്കണേ അയാൾ ഒരാളാണ്. ബാക്കി അവിടെ എന്തോരം വരാ. ഇതാണ് വ്യൂ. ഞങ്ങൾ പോയി ഒരു കോഫി കുടിച്ച് ഒരു ബീറൊക്കെ ചില്ലടിച്ചിട്ടിരിക്കാം. അല്ല ഡേറ്റ് അതൊക്കെ അടിക്കാം. ഇത് വീണ്ടാണാവോ ചാടോ? കണ്ട ഓർമ്മയുണ്ടാ തായ്ലൻഡില് ചാടിയിട്ട് വെള്ളത്തിൽ വീണത്? നീ അതിങ്ങനെ കറങ്ങി വന്നത് രാത്രി. തായ്ലൻഡ് ലാസ്റ്റ് ക്രാബിലല്ലോ. മറ്റേ
വീഴാണ്ടിരിക്കാൻ ഷൂ നനയാണ്ടിരിക്കാൻ ഷൂ ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 5:30 ആയിരുന്നോണം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ക്ലിഫിന്റെ അറ്റത്ത് നിന്ന് ലാസ്റ്റ് വരെ എത്തി. ഇവിടെയാണ് ഇവിടെ ഏരിയയാണ് കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻസും കാര്യങ്ങളും ഉള്ള. അവിടെ ഫുള്ള് ആൾക്കാർ നമ്മുടെ മലയാളീസ്. കാലിൽ നനച്ചാലോ? ഞാൻ നനയ്ക്കല്ല, നീ നനച്ചോ. അത് അവിടെ നിന്ന് നനയ്ക്കാം, അറ്റത്ത് നനയ്ക്കാം. അതൊന്നും അത്രയും നടന്നാൽ മതി ഒരു പൊട്ടി. അപ്പൊ ഇതാണ് ക്ലിഫ്. നമ്മുടെ ഏറ്റവും അവിടെ എൻട്രി ഉണ്ടാവാൻ വഴിയില്ല. ആ അറ്റം വരെ പോയിട്ട് മനസ്സിലായ. ഈ ഭാഗത്തേക്ക് എനിക്ക് തിരക്ക് കുറഞ്ഞു. എല്ലാവരും മടിയന്മാരാ, നമ്മൾ മാത്രമാണ് അറ്റം വരെ പോയാ. ഇവര് ചിലപ്പോൾ ഇവിടെ വന്ന ആൾക്കാരായിരിക്കും. ഇവിടെ താമസിക്കുന്നവർക്ക് ഓടിക്ക സ്റ്റെപ്പ് ഓക്കെ ഒരു കയറുമ്പോ പശ കേടാവല്ലോ. സ്റ്റെപ്പ് നോക്കി നല്ല ഫോട്ടോ കിട്ടും, നല്ല സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. അങ്ങനെ ഞങ്ങൾ എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ കാണിച്ചത് പക്ഷെ ഇപ്പഴാരും കുളിക്കാനുള്ളല്ലോ. അവിടെ അറ്റത്തുനിന്ന് അറ്റത്ത് ആ ലാസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റില് ആ ലൈറ്റിൽ നിന്ന് അവിടെ നിന്ന് നടന്ന് 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 ഏകദേശം ഏറ്റവും ലാസ്റ്റ് വരെ എത്തിയിരിക്കുന്നു. ഇനി അവിടെ വരെ പോകണല്ലോ. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താഴേക്ക് വന്നില്ല, മുകളിൽ നിന്ന് ഫുഡ് അടിച്ച് വെള്ളം അടിച്ച് ആ വഴി പോയി. രാത്രി വന്നിട്ട് ഇവിടെ നിന്ന് കാണിക്കാനാ. ബാ പോവാ. ഇഷ്ടപ്പെട്ട വർക്കിലാ അത് കളയാം. പക്ഷെ അവിടെ പ്രശ്നമാണ്, വേസ്റ്റ് ഉണ്ടോ, എനിക്ക് അതാണ് ഇഷ്ടമില്ലാത്ത. അത് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മുടെ മറ്റേ ഗോവയില് മറ്റേ ബീച്ചില്ലേ, അഞ്ജുന ബീച്ച്, ഇങ്ങനെയല്ലേ പാറ. ഇത് നൈസ്, നല്ല ഗ്രീനറിയും അടിപൊളി ഏരിയ അല്ലേ. മറ്റേ ബാഗ ബീച്ചിലും ഒരു സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയാ. ഇതാണ് ലാസ്റ്റ് എൻഡ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എൻഡ് എത്തിയിരിക്കുന്നു. മോളിൽ കൂടെ കഷ്ടപ്പെട്ട് കയറണം. ഇത് ഭയങ്കര സ്കേരിയാണോ, ഭയങ്കര ഇറങ്ങണവർക്ക് പേടിയാവും. കയറണവർക്ക് കുഴപ്പമില്ല, കയറണ്ടിട്ട ഭയങ്കര അത് ഭയങ്കര ഹൈറ്റാ. പക്ഷെ എനിക്ക് പറ്റും, നിനക്ക് പറ്റുമെന്ന് അറിയില്ല. എന്റെ കാലെടുത്ത് വെക്കാൻ ടാസ്ക് ആവും, നിന്നെ എടുത്ത് പൊക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. എങ്ങനെ ഡേറ്റ് നമ്മളിവിടെ കൊത്തന കയറ്റം കയറി ടോപ്പിലെത്തി. ഡേറ്റ് പറയണം ഉറുമ്പുകൾ പോലെ ഇരിക്കുന്നു. ശരിയാ നമ്മളാ ലൈറ്റിന്റെ അവിടെ നിന്നല്ല വന്നേ. ആ വീടുകളും ഇത് കാണുന്നിടത്ത് വന്നതാ. നമ്മളാ സ്ട്രീറ്റ് ലൈറ്റ് മറ്റേ ആ ലൈറ്റിന്റെ അടുത്തുനിന്ന് നമ്മൾ വന്നേ. ഓ ഇനി അങ്ങോട്ടേക്ക് ഇനി ഉണ്ടല്ലേ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആദ്യം വെച്ചു. എനിക്ക് പോകണമായിരുന്നു. ആ സൈഡിലെ കടയിൽ പോയിട്ട് റെഡി. ഇതാണ് വൈബ്, ദിസ് ഇസ് ദ വൈബ്. അങ്ങനെ ഞങ്ങൾ കോൾഡ് കോഫി കുടിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നല്ലതല്ലേ? നൈസ്. കുറച്ച് കഴിഞ്ഞിട്ടേ നൈറ്റ് ലൈഫ് എടുക്കുന്നു. വർക്കിലെ നൈറ്റ് ലൈഫ് എങ്ങനെ ഡേറ്റ് വൈബ് സ്ഥലം കൊള്ളാം. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് കാര്യമില്ല, 2-3 ദിവസമൊക്കെ ഇങ്ങനെ നിന്ന് റിലാക്സ് ചെയ്യണം. ഇതിപ്പോ റിലാക്സ് ചെയ്യുന്ന അറിയില്ലേ, ഓടി കണ്ടു എങ്ങനെയാണ് നമ്മളിപ്പോ ചെയ്യണത്. പക്ഷെ ഞാൻ ഇത്രയും നമ്മള് പകുതി മേലെ കഴിഞ്ഞു. അപ്പൊ ഇച്ച അന്ന് ഇങ്ങോട്ടൊന്നും വന്നില്ല. അന്ന് ഉടുക്ക തിരക്കായിരുന്നു, കൊറേ വന്നു. പിന്നെ തിരക്കായിട്ട് അറ്റത്തേക്ക് എന്തോരെന്ന് അറിയില്ലല്ലോ. അത് പോലീസുകാരൊക്കെ തിരിച്ചു വിടായിരുന്നു. ഇതൊരു മീൻ ചാടിയതുണ്ടാ? ഇല്ല, ഒരു കിടുക്കം വലിയ മീൻ ചാടി. നോക്കിക്കോ, ഇതാണത്തെ വൈബ്. നൈസ്, ഒന്നും പറയാനില്ല. ഇതിപ്പോ അടുത്ത ഉണ്ടായി താഴെ വീണ്ടും അടുത്ത ബീച്ച്. നല്ല മെലിക്ക് കളവല്ലേ. നമ്മുടെ മുഖം നോക്കിയ പിങ്ക് പോലെ ഇവിടെ ഇരുട്ടും ഫോണിൽ നല്ല വിളിച്ചു. എന്താ അല്ലേ, ഇനി നമുക്ക് അറ്റത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ഇപ്പോൾ അവിടെ നടന്ന് ഇടം വരെ എത്തി. ഇത് ഭംഗി നോക്കി അല്ലേ, ഇതൊക്കെ എന്തേ ഇഷ്ടമായില്ലേ? ഇവിടെ ഇതൊക്കെ പ്രൈവറ്റ് ബീച്ച് പോലെ, ഇവിടെ ആരും ഇല്ല. കുളിക്കാം, ജപിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഇത് ആ സൈഡ് വിളിച്ചു വരാം, അവിടെ വരാൻ പറ്റില്ല. കുറേ ദൂരം കിട്ടാ. നമ്മളായിരിക്കും ഈ എൻ്റെ ടാറ്റിന് നടക്കാൻ പോണ ആദ്യത്തെ കപ്പിൾസ്.
എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് സൺ വ്യൂ ബീച്ച് റിസോർട്ട് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം. ഇതാകുമ്പോൾ ക്ലിഫ്, ഓ നൈസായിരിക്കും. നേരെ ക്ലിഫ് നല്ല പ്രീമിയം ഏരിയ അല്ലേ, ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുന്ന് വരുമോ, വീട്ടിലേക്ക് വരുമോ? നമുക്കൊരാഴ്ച ഇവിടെ സ്റ്റേ ആക്കിയാലോ? കുറച്ചൊരു ഒപ്പീനിയൻ. നല്ല ഒപ്പീനിയൻ. അപ്പം സൺ വ്യൂ ബീച്ച് റിസോർട്ട് ഇവിടെ 10,000 ഉള്ളു പെർ ഡേ, സ്വാഭാവികം. അവൻ ഒരാഴ്ച നിക്കണെങ്കിൽ നമുക്കൊരു ഇവിടെ ആൾക്കാര് താഴേക്ക് വാ, അതെല്ലാം പറഞ്ഞ ഇവിടെ താഴെ. അങ്ങനെ ഇപ്പോഴാണ് നമ്മള് എന്ത് കണ്ടത്. നമ്മളെല്ലാരും അറ്റത്ത് എനിക്കാണ് ഇവിടെ കുറച്ചുകൂടി നല്ല പ്രീമിയം ആൾക്കാർ വന്ന സ്ഥലം തോന്നുന്നു. ആൾക്കാർ കുറവാ. കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻസ് നല്ല നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാ. പിന്നെ ഫോണ് നല്ല വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ സമയം. അങ്ങനെ നമ്മുടെ പിന കൊളാട വന്നിരിക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കൈയിടുന്ന അവിടെ ഇവിടെ ഒരു സാധനം കളയാനാ? നീ ആദ്യമേ കൈ കിട്ടുക. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് നൈറ്റ് ലൈഫ് ഓഫ് വർക്കല ക്ലിഫ്. ബെറ്റടിച്ച് കിണ്ടിയായിട്ട് നടക്കാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണല്ലേ. വൈറ്റ് പാവാട വാങ്ങിച്ചോ? മേടിച്ചരാട്ടാ. വാങ്ങിച്ചരില്ലാന്ന് പറഞ്ഞാൽ അത് വീഡിയോയില് കിട്ടും. പ്രൂഫ് വാങ്ങിച്ചെന്ന് പറയും, പക്ഷെ വാങ്ങിച്ചില്ല. അയ്യേ തരണം. അതല്ല സീറ്റ് കഴിച്ചു എവിടെ കഴിഞ്ഞു അതോടെ പൂട്ടിട്ടാണ്. എന്നെ കൂട്ടിട്ട് കൂട്ടി കൊണ്ടുപോവാനാ? കൂട്ടി കൊണ്ടുപോവാ. ഇതിപ്പോ നമ്മൾ വർക്കല ക്ലിഫിന്റെ ഏകദേശം ഒരു നടുഭാഗത്താണ് അല്ലേ? പക്ഷെ ഇങ്ങോട്ടേക്ക് ഇട്ടായില്ല. അത് നേരത്തെ വിളിച്ചതുകൊണ്ടത്. പക്ഷെ ഇതിന് നല്ല വിളിച്ചിട്ടുണ്ട്. അതിൽ നോക്കി നടക്കുന്ന നല്ലത്. ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഇതിപ്പോ എന്താ ലൈറ്റ് ഓഫ് ചെയ്ത ആ തുമ്പത്തെ കൂടെ നടക്കണ കൊറേ സ്ഥലങ്ങളില് കഴിയില്ല. അപ്പൊ നമ്മൾ ഏകദേശം വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോകുന്നു. നമ്മൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് നടക്കണട്ടാ. ഇനി ആദ്യം അങ്ങനെ നിൽക്കണ്ടേ? ഇച്ചിരി നടന്നിട്ട് തിരിച്ചു തരാം. ഓക്കെ, ഈ ഭാഗത്തേക്കാണ് കുറച്ചുകൂടി വൈബിൾ വരിക. എവിടെയാണ്? പക്ഷെ ഇത് സ്മോക്കിങ്സാ. ഇത് എന്തോ അതാ സ്മോക്കിംഗ് അല്ല, ഫുഡിന്റെ സ്മോക്ക്. ഓ ദാറ്റ് സ്മോക്ക്. ഞാനിത് പെട്ടെന്ന് നമ്മൾ തായ്ലൻഡ് എത്തി. പെട്ടെന്ന് തായ്ലൻഡ് എത്തി. ഓ മറ്റേ സ്മോക്ക്. ഇവിടെ സൈലൻസ് ആയില്ല, നമുക്ക് തിരിച്ചു പോവാം. ഇച്ചിരി പോയിട്ട് തിരിച്ചു പോവാം. മറ്റോടത്ത് അത്യാവശ്യം വൈബ് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് എൻ്റെ തറാവണം, അപ്പോഴാണ് ഒച്ചമ്പകളുണ്ടാവാ. ഇവിടെ പാട്ടൊന്നും വെക്കാത്ത പീസ്ഫുൾ റെസ്റ്റോറന്റ് അല്ലേ? ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാ. നേരത്തെ പറഞ്ഞില്ലേ ജിമ്മൻ തിരിച്ചു പോയി, പിന്നെ എത്തിക്കാന്നിരിക്കുന്നു. ഏത് ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാണോ? അത് ഇതിനോട് എന്താ വയ്യാത്ത മാമ വീൽ ചെയർമയാണ്. അതെനിക്കറിയില്ല. അതങ്ങനെയാണല്ലോ, നമ്മൾ ഇന്ത്യക്കാരെ ആരോഗ്യം ഉണ്ടെങ്കിൽ നടക്കാൻ ഒന്നും ചെയ്യില്ല. അതാണ് ബീച്ച്. ആരോഗ്യം അയ്യോ ഞാൻ ഈ പാട്ട് പാടുമ്പോ കേൾക്കൂലേ? പാടല്ല. ഇത് പറഞ്ഞു ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട്. ഞാൻ ഫസ്റ്റ് പോട്ടെ. ഇതെന്താ ഉദ്ദേശിച്ചത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടാവായിരിക്കും.
പൊളിഞ്ഞിടക്കുന്നാണോ എന്തോ ഉദ്ദേശിച്ചത്. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്കാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി നല്ല വൈബുള്ള സ്ഥലം കാണിച്ചു തരാം. ഇതേ നല്ല ഡാർജിലിംഗ് കഫേ. ഇവിടെ നമുക്ക് കയറി കഴിക്കാൻ വീണ്ടും പറഞ്ഞ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ കപ്പിൾസ് ഫോട്ടോ, ഐസ്ക്രീം ഫോട്ടോ. ഈ വെള്ളം അടിക്കാത്തവരായിരിക്കും ഐസ്ക്രീം കഴിച്ച് നടക്കണം അല്ലേ? ലിറ്ററെ പോലെ വെള്ളം അടിച്ചവര്. പക്ഷെ എനിക്ക് വെള്ളം അടിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദി ഹൈലൈറ്റ്. വെള്ളം അടിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വെള്ളം അടിച്ചിട്ട് പായസം കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഐസ്ക്രീം കഴിക്കാൻ. നിനക്കെന്താ പാട്ട് വേണ്ടെന്ന് പറയാം. ഒരു 0.5 ലിറ്റർ എല്ലാം കാണുള്ളൂ. ഇത് നല്ല വൈബുള്ള കടയാണെന്നോ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ല വൈബുള്ളത്. ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ഓപ്പോസിറ്റ് എൻഡാണ്. നല്ല വൈബുള്ള കടകളും അല്ലേ. ഇപ്പം നമ്മൾ ശരിക്കും കടലാണ് പറ്റുന്നതോ? ആ കാണാല്ലേ. ഇവിടെ പാട്ട് പാടുന്നു. അതൊക്കെ നമ്മുടെ കട എത്തി കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഡയറക്ഷനിലേക്ക് നടക്കും. ഫിഷ് പൊള്ളിച്ചതൊക്കെ. ഫിഷ് പൊള്ളിച്ചേക്കണോ? ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇംഗ്ലീഷ്. നേരത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു കണ്ടിരുന്നല്ലോ. രാവിലെ വന്ന് കഴിക്കാം. ബാഗ് എടുത്ത് രാവിലെ ചെക്കൗട്ടിലിട്ടേ ലഗേജ് വണ്ടിയിൽ വെച്ചിട്ട് വേറെ വരാം. ഇത് ലൈക്ക് പുറത്തത്തെ സൂപ്പർ മാർക്കറ്റ് രീതി പോലെ വെച്ചേക്കണം. ലൈക്ക് നീ മലേഷ്യ, തായ്ലൻഡ് ഇങ്ങനത്തെ കടകൾ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. 4-5 ഉണ്ട് എന്തായാലും. ശരി, ഫുൾ കണ്ട ബ്ലോക്ക് കണ്ട. സീസൺ ടൈമിൽ വരുമ്പേ നല്ല തിരക്കായിരിക്കും. പ്രാന്തോ തിരക്ക് എന്നിട്ട് പാടലേട്ടാ. പാട്ട് കേൾക്കും. ലിറ്റയുടെ പാട്ട് കേട്ടാലേ വീട് തുടങ്ങി. നമ്മൾ ഇവിടെ നിന്ന് കയറി വന്നത്. ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ വന്നു അപ്പം കണ്ടിട്ടിരുന്നില്ല. ഇനി ഈ വഴി നമ്മൾ അങ്ങോട്ടുള്ള നൈറ്റ് ലൈഫ് ആണ്. ഇത് ഗ്ലോബൽ ടി. അപ്പം ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ഇപ്പം ഏകദേശം 9 മണി. ഡേറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെ ഇട്ടിട്ടുണ്ട്? സ്വന്തമായിട്ട് കമ്പനികളെ ഡിറ്റ് ചെയ്യാം. ഭയങ്കര തിരക്കാലോ. ചൂടുകിട്ടാ. നല്ല തിരക്കുണ്ട്. ഈ സമയം തിരക്കുണ്ടാവില്ലല്ലോ. പറഞ്ഞ സമയത്ത് തിരക്ക് കൂടുതൽ. ആൾക്കാരെ ഫുഡ് കഴിച്ച് വീട്ടിൽ പോണു. വൈകിട്ട് ലൈക്ക് 6 മണി ഫ്രഷ് ആയിട്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മളെ പ്രതീക്ഷ ലൈക്ക് ഇംഗ്ലീഷുകാർ ഇറങ്ങുന്ന വിചാരിച്ചു. ശരിക്കും ഇത് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ആൾക്കാരുണ്ട്. സിമ്പിൾ റെസ്റ്റോറന്റ് അല്ലേ. രാവിലെ തന്നെ ഇടന്ന് ഫുഡ് കഴിക്കണത്. അടുത്ത നല്ല റെസ്റ്റോറന്റ്. ഇതൊക്കെ ഫുള്ളല്ല. അതെല്ലാം ഫുള്ളാ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ല ഡിറ്റ. നമ്മള് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്തിട്ടുണ്ടാ? അറിയില്ല. കത്തിച്ചുണ്ട് നമ്മളെ കണ്ടുണ്ടാവില്ല. അതൊരു പോയിന്റ് ആണ്. ആൾക്കാര് കണ്ടാ? ഇത് ഇവിടെ കോൺക്രീറ്റ് സ്ഥലം കിട്ടി. കോൺക്രീറ്റ് കിട്ടി. ഇത് നമ്മള് താഴേക്ക് ഇറങ്ങുന്ന സ്ഥലം നോക്കി വെച്ചോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കടന്ന്
ആളായിട്ടല്ലേ. തിരുവനന്തപുരം ബീച്ചിലേക്ക് പോവാം അവസാനം. പക്ഷെ ഇത്ര കിലോമീറ്റർ വന്നിട്ട് നമുക്കൊരു വയ്യായില്ലല്ലേ? എത്ര കിലോമീറ്റർ നടന്നു ഇനി ഫോണിൽ നോക്കണം. എത്തുമ്പോ ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. യെസ്, ടോട്ടൽ കിലോമീറ്റേഴ്സ് വി വാക്ക് അല്ലേ? ശരിക്കും കണ്ട ഞങ്ങൾ അന്ന് പകുതി വരെ പോയുള്ളൂ. പിന്നെ വീട്ടിൽ പോയിട്ട് വെള്ളം അടിക്കാനുള്ള വൈബും ഇവിടൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടൊക്കെ എടുക്കണായിരുന്നു. നമ്മളത്തെ റിസോർട്ട് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ കുറച്ചുകൂടി വൈബ് തന്നെ. അതിന് തെണ്ടികളും ഓൾറെഡി ഈ വർഷം ബീച്ചിലെടുത്തോ, അടുത്ത വർഷം ക്ലിഫിലെടുക്കാം. ഞാൻ ഇപ്പൊ മനസ്സിലായി, ഞാൻ പറഞ്ഞ ക്ലിഫിലെടുക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട്. എനിക്ക് ശൈലി നോക്കുമ്പോ മനസ്സിലാവണില്ല. പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ എടുത്തേ, അപ്പൊ ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അമർത്തി. അല്ല, അത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളൊക്കെ തീർന്നു. തെണ്ടികൾ നമുക്ക് തെണ്ടി വേറെ കൊടുക്കും ചെയ്യും. പേ ചെയ്താലോ അപ്പോഴും ചിലപ്പോൾ കൊടുത്തോണ്ടോ? അങ്ങനെ പറ്റില്ലല്ലോ, പറയാൻ പറ്റില്ല. ശരിക്കും ഇപ്പൊ ഫുൾ ഇംഗ്ലീഷുകാരാണെങ്കിൽ വേറെ തന്നെ വൈഭവല്ലേ? അടിച്ചതോ ഇവിടെ പലതരം കോഫി ഉണ്ട്. ചില കാലത്ത് വേണമെങ്കില് നമ്മ കഴിച്ചോട് ചോക്ലേറ്റ് കോഫി ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കോഫി ഉണ്ടായിരുന്നോ? ഇവിടെ പിള്ളേർ ഒറ്റയ്ക്ക് നോക്കി. അതിന്റെ അപ്പനുണ്ട്, അത് കേട്ടു തോന്നണു. ആ കൊച്ചിനായിരുന്നു 17 പ്രോയാ. നമ്മളത് മലേഷ്യക്ക് പോയപ്പോ ഒക്കെ തന്നെയും പ്രോ, ഐഫോൺ പ്രോ. ഇത് ഒരു ഇത് സ്റ്റാർട്ടിങ് കടയല്ലേ? ഇവിടെ കച്ചവടം ഉണ്ടാവും. നമ്മള് കയറിയത് ലോക്കൽ കടയാ. എവിടെയുണ്ട് AC സൂപ്പർ മാർക്കറ്റ്. നല്ലതായിരുന്നു എനിക്ക് ടോപ്പും ഗുഡ് വൺ പറയല്ല, അതെനിക്ക് വാങ്ങിച്ചു തരാണ്. ഗുഡ് ഹസ്ബൻഡ്സിന്റെ റോള്. I'm not a good husband. I'm very bad husband. ബീച്ച് റിസോർട്ട് ഇത് നീ കണ്ടിരുന്നോ? ഇവിടെ ഞാൻ വിളിച്ചല്ല. നമ്മളിനി എന്നിട്ട് ഇങ്ങനെ മെയിൻ പീക്ക് സ്ഥലത്തില് റിസോർട്ട് ബുക്ക് ചെയ്യും. അടുത്ത വർഷം നമ്മൾ ഇനി പീക്ക് റിസോർട്ട് ആയിരിക്കും കേട്ടോ. ഇച്ചിന് വർത്താനം കേട്ട് നമ്മൾ അടുത്ത ആഴ്ച ആദ്യം വരും തോന്നുന്നുണ്ടല്ലോ. പക്ഷെ അടുത്ത ആഴ്ച വരുമ്പോൾ ബോറടിക്കും. നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ അലമ്പായിരിക്കും. അതും ശരിയാണ്. ഈ നമ്മുടെ പാസിൽ നോക്കി എത്ര എണ്ണം? 4 എണ്ണം. റിച്ചമ്മാമ ഫുൾ സിൽവറാ. ആള് വൈബിയ മാമയാണ്. അതിന് തമിഴ് തെളിവ് ഭയങ്കര തെളിയില്ലേ? ഇതൊക്കെ നല്ല ഫോട്ടോ സെക്ഷൻ കാണിച്ചല്ലേ? സ്ഥലം കയറണ്ട, അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ. പെപ്പ ചിക്കൻ ഇത് ഇന്ന് എന്റെ ഫോണിൽ MB തീരുന്നോളൂ. ഞാനപ്പ കഥമിക്കുകയാണ്. കഥം ഇതൊരു ആ ഇരുട്ടാവുന്ന ഇതാണ് നൈറ്റ് ലൈഫ്. ശരിക്കും നിനക്ക് ഓർമ്മ ഉണ്ടാവുന്നറിയാ? നമ്മളെടുത്ത് പോകുമ്പോ വീട്ടിൽ നിന്ന് പറയാണ്ട് കപ്പിൾസ് ഇവിടെ പോകണ്ടോ? പിന്നെ നമുക്കാര് 10 വ്യൂസ് ഉള്ള കാരണം അറിയില്ല. ഞങ്ങളൊന്ന് ബാർഗർ അടിച്ച് പറയാം. കളിയാണ് ഇരിക്കണ്ട. അടിച്ച് ലോസ് ആൾക്കാരാ. ഞങ്ങള് ബിയർ അടിച്ചു പറഞ്ഞില്ല, ഇതിന്റെ മുകളിലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഇറങ്ങാറായ
കഴിഞ്ഞു നമ്മൾ എൻ്റർപ്രൈസ് ഇതാണ് കാർ പാർക്കിങ്. ഞാൻ അന്ന് പണ്ട് പാർക്ക് ചെയ്ത നമുക്ക് ഈ താഴോട്ട് പോവാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? എന്നാ അവിടെ എൻട്രി ഉണ്ടോ നോക്കാം. ചേച്ചി നമ്മുടെ ബീച്ച് നമ്മുടെ ഹോട്ടലിന് ഡിസ്റ്റൻസ് നോക്ക്, റോഡ് നോക്ക്. നോക്കി